വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവമക്കൾക്കൊരു പാഠപുസ്തകമാണ്. സ്വന്തം ദേശത്തെയും സ്വന്തമെന്ന് കരുതിയതിനെയും ഉപേക്ഷിച്ച് ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക് വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചവൻ. 100-ാം വയസ്സിൽ വാഗ്ദത്ത സന്തതിയെ വിശ്വാസത്തോടെ ദൈവത്തിൽ നിന്ന് നേടിയെടുത്തവൻ. ഏകജാതനെ ദൈവത്തിന് ഹോമയാഗമാക്കാൻ മടി കാണിക്കാത്ത വിശ്വാസവീരൻ. അങ്ങനെ പോകുന്നു അബ്രഹാമിനെ കുറിച്ചുള്ള വിശ്വാസ വീരചരിത്രങ്ങൾ. കഠിന ശോധനയുടെ നടുവിലും താൻ കാത്തിരിക്കുന്നത് വൈകുമ്പോൾ അബ്രഹാമിനെ വിശ്വാസത്തിൽ ബലപ്പെടുത്തിയത് റോമർ 4:17 നമ്മൾ വായിക്കുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവശക്തിയിലുള്ള ആശ്രയമാണ് അബ്രഹാമിനെ വിശ്വാസവീരനാക്കിയത്. ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. പുത്രോത്പാദനത്തിന് തൻ്റെ ശരീരം പ്രാപ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. ഡോണ്ട് ലിമിറ്റ് ഗോഡ്. ദൈവത്തെ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തു തന്നെയായിരുന്നാലും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായി ആശ്രയിച്ചാട്ടെ. അവിശ്വാസത്തിന് ഇടം കൊടുക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ടാട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുകയാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം അങ്ങിൽ ആശ്രയിച്ചതുപോലെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുകയാണ്. ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അവിടുന്ന് മറുപടി അയച്ചതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ പിതാവേ, ആമേൻ.